ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്നു മുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇ ഡി. ആദ്യഘട്ടത്തിൽ 5 പേർക്കാണ് സമൻസ് അയച്ചത്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവർക്കാണ് സമൻസ്. ജാമ്യവ്യവസ്ഥയനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതിനാൽ മുരളി ബാബു ഇന്ന് ഇ ഡി ഓഫീസിൽ ഹാജരാകില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇനിയിപ്പോൾ ഈ കേസിൻ്റെ ഒരു സുതാര്യമായിട്ടുള്ളൊരു അന്വേഷണത്തിൽ ആളുകൾ കൃത്യമായിട്ട് പ്രതീക്ഷ അർപ്പിക്കുന്നത് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇ ഡിയിൽ തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നു SIT അന്വേഷിച്ച കേസിൽ ഓരോരുത്തരായി ജാമ്യത്തിലേക്ക് പുറത്തേക്കൊക്കെ പോകുകയാണ്. അതിനാൽ ഇ ഡി അന്വേഷണം കൂടുതൽ ശക്തമാകുന്നു. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് ഇ ഡി. ഗൗതം, ഇ ഡി പ്രധാനമായും അത് കാരണം ഒരു ഘട്ടത്തിലെ ആദ്യത്തെ അവരുടെ നടപടിക്രമങ്ങൾ അവർ കൃത്യമായി തന്നെ പൂർത്തിയാക്കി. ഒന്ന്, രേഖകളുടെ പരിശോധന, SIT കണ്ടെടുത്ത രേഖകൾ പരിശോധിച്ചു. ഒപ്പം തന്നെ വ്യാപകമായ റെയ്ഡുകൾ നടത്തിക്കൊണ്ട് നിരവധി തെളിവുകൾ സ്വന്തം നിലയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഇന്നു മുതൽ ആരംഭിക്കുന്ന ചോദ്യം ചെയ്യലുകളാണ്. ആ ചോദ്യം ചെയ്യലുകളിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ജാമ്യത്തിലുള്ള ആളുകൾ, ഈ കേസുമായി ബന്ധമുള്ള ആളുകൾ, ഇതിൽ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, എന്നാൽ നിലവിൽ ജാമ്യത്തിലുള്ള ആളുകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും റിമാൻഡിൽ തുടരുന്ന ആളുകളെ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കോടതിയിൽ അപേക്ഷ നൽകിക്കൊണ്ട് അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുക. എന്നാൽ ഇന്ന് മുരാരി ബാബു അടക്കമുള്ള ആളുകളെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു. എന്നാൽ SITക്ക് മുന്നിൽ ഹാജരാകേണ്ടത് ഉള്ളതിനാൽ ഇന്ന് ഹാജരാകില്ല എന്ന് മുരാരി ബാബു അറിയിച്ചതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരമൊരു ഇളവ് അദ്ദേഹം ചോദിച്ചു എന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റു ചില ചോദ്യം ചെയ്യലുകളിലേക്ക് കൂടി അന്വേഷണ സംഘം പ്രധാനമായും കടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒന്ന്, PS പ്രശാന്തിനെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളാണ്. ശ്രീകുമാറിൽ നിന്ന് നേരിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ സമൻസ് നൽകി ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുമോ വിജിലൻസ് കോടതിയിൽ നിന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നിശ്ചയിക്കുക. റിമാൻഡിൽ തന്നെ തുടരുകയാണ് എങ്കിൽ കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ പട്ടികയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മുരാരി ബാബു അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം നേരത്തെ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന അന്വേഷണ സംഘം പൂർത്തിയാക്കി. ഇതേ ആളുകൾ നേരത്തെ SIT കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ നൽകിയ മൊഴികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചിട്ടുണ്ട്. ആ മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങളടക്കം കൃത്യമായി വ്യക്തമാക്കി പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി ചോദ്യങ്ങളിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. കാരണം കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഇ ഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടണം. SITയുടെ ചോദ്യം ചെയ്യൽ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് അവർ കടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായും മുന്നോട്ട് പോവുക. ഗൗതം. ഓക്കെ ജിജീഷ്, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രാഥമികമായ അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇനിയും ഇതിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നു. 5 പേർക്ക് ആദ്യഘട്ടത്തിൽ സമൻസ് അയച്ചിരിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.